Hello everyone, welcome back to this channel. So നമ്മൾ PYQ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് ജനുവരി 2025 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So first question, what is the unit of self-inductance? Yeah, the unit of self-inductance is Henry. Then second question, a ball of mass 500 gram has 800 joule of total energy at a height of 10 meter. Assuming no energy loss, how much energy does it possess at a height of 5 meter? So ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ എനർജി 800 ജൂൾസ് ആണെന്ന് പറഞ്ഞു. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇവിടെ എനർജി ലോസ് ഇല്ല, ദർ ഇസ് നോ എനർജി ലോ. സോ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ ആൻസർ ഇസ് 800 ജൂൾസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are exothermic reaction? Which of the following are exothermic reaction? First one, neutralization reaction between acid and alkali. Yes, നമുക്കറിയാവുന്നതാണ്. neutralization reaction എന്ന് പറയുന്നത് എന്താണ്, exothermic reaction ആണ്. exothermic means heat energy liberates. Then formation of methane from nitrogen and hydrogen at 500 degrees Celsius. Yes, it is an exothermic reaction. Dissolution of ammonium chloride in water. Ammonium chloride in water എന്ന് പറയുന്നത് endothermic ആണ്. Decomposition of potassium. Decomposition reactions are endothermic reaction. Then reaction of ammonium chloride and barium hydroxide എന്ന് പറയുന്നത് endothermic reaction ആണ് വരുന്നത്. സോ നമുക്ക് ആൻസർ എന്തായിരിക്കും, 1 and 2 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Then next one, the process used for the production of sulfuric acid. Process used for the production of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ലെഡ് ചാമ്പർ പ്രോസസ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ കോണ്ടാക്ട് പ്രോസസ്സ് എന്നും പറയാവുന്നതാണ്. സോ രണ്ട് പ്രോസസ്സ് ആണ്, ലെഡ് ചാമ്പർ പ്രോസസ്സ് ഓർ കോണ്ടാക്ട് പ്രോസസ്സ്. ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത് അമോണിയയുടെ സിന്തസിസ് ആണ്. അമോണിയ സിന്തസിസ് ആണ് ഹേബർ പ്രോസസ്സ്. ഡിക്കൺ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്, ക്ലോറിൻ്റെ സിന്തസിസ് ആണ്. സോൾവേ പ്രോസസ്സ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ സിന്തസിസിനെയാണ് നമ്മൾ സോൾവേ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മേ ബി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹോൾ ഹെറാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് അലൂമിനിയം ആണ് വരുന്നത്, സിന്തസിസ് ഓഫ് അലൂമിനിയം. നിക്കലിൻ്റെ സിന്തസിസിനെയാണ് നമ്മൾ മോണ്ടാസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിക്കലിൻ്റെ സിന്തസിസ് ആണ് മോണ്ടാസ് പ്രോസസ്സ്. ദെൻ ഓസ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡിൻ്റെ സിന്തസിസ് ആണ്. ഓസ്വാൾഡ് പ്രോസസ്സ്, നൈട്രിക് ആസിഡ്. ദെൻ മഗ്നീഷ്യത്തിൻ്റെ സിന്തസിസ് ആണ്. മഗ്നീഷ്യത്തിൻ്റെ സിന്തസിസിനെയാണ് നമ്മൾ ഡോസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡോസ് പ്രോസസ്സ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. ദെൻ സോഡിയത്തിൻ്റെത് വരുന്നത് സെയിം ഡൗൺസ് പ്രോസസ്സ് ആണ്. ഡൗൺസ് പ്രോസസ്സും ഡോസ് പ്രോസസ്സും തമ്മിൽ മാറിപ്പോവാതിരിക്കുക. സോ മഗ്നീഷ്യം ഡോസ് പ്രോസസ്സ്, സോഡിയം ഡൗൺസ് പ്രോസസ്സ്. അല്ലെങ്കിൽ നമുക്ക് ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സിന്തസിസിൽ വരുന്നതാണ്. ദെൻ നിക്കലിൻ്റെതാണ് മൊണ്ടാസ് പ്രോസസ്സ്. മൊണ്ടാസ് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ലൂണാർ സർഫസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1/6 times that of the earth. If an object of mass 12 kg in the earth is taken to the surface of the moon, what will be its weight at the moon's surface? What will be the weight at the moon's surface? So gravitational force on the lunar surface is approximately 1/6 times that of earth. Then if an object of mass 12 kg, object of mass is given, it is mass equal to 12 kg and weight is equal to mass into acceleration due to gravity എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു mg ആണ്. സോ അവിടെ നമ്മൾ വെയിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മൂണിലുണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ലൂണാർ സർഫസ്. ലൂണാർ സർഫസിൽ വരുന്ന ഫോഴ്സ് എങ്ങനെയാണെന്ന് തന്നിരിക്കുന്നത് 1/6 times that of the earth ആണ്. സോ നമുക്കിവിടെ എഫ് ഈസ് ഈക്വൽ ടു 1/6 times g എന്ത് ചെയ്യാം, കൊടുക്കാം. ഇത് എന്തിൻ്റെ കേസിലാണ്, മൂണിൻ്റെ കേസിലാണ്. മൂൺ
വെയിറ്റ് ആണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1/6 ഇൻറ്റു വെയിറ്റ് അറ്റ് ദി എർത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ മാസ് തന്നിരിക്കുന്നത് 12 കിലോഗ്രാം ആണ്. ദെൻ നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. mg ആണ് വരുന്നത്. സോ 12 ഇൻറ്റു 1/6 ടൈംസ് എർത്ത് ആണ് വരുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 2 ഇൻറ്റു 10 വരുന്നു. 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 20 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. സോ നമുക്ക് ഓപ്ഷനിൽ 20 ന്യൂട്ടൺ തന്നിട്ടുണ്ടോ? യെസ്, 20 ന്യൂട്ടൺ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വെയിറ്റ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/6 ടൈം വെയിറ്റ് ഓൺ ദി എർത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 1/6 ഇൻറ്റു വെയിറ്റ്. സോ m ഇൻറ്റു g കാൽക്കുലേറ്റ് ചെയ്യുക. 1/6 ഇൻറ്റു മൂണിലുള്ള മാസ് 12 ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ് തന്നിരിക്കുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 20 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Then next question എന്താണ്? A circular coil carrying a current I has a radius r and a number of turns n. If all the three, that is the current, radius and number of turns are doubled, then magnetic field at its center becomes options വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4, half, 4 times, double എന്നാണ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ മിസ്സായി പോയിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1/4 ആണ്. ബി എന്ന് പറയുന്നത് ഹാഫ് ആണ് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എ സർക്കുലർ കോയിലിൻ്റെ കേസിൽ നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സർക്കുലർ കോയിലിൻ്റെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് B is equal to μ0 Ni/2 R ആണ് നമ്മുടെ ഇക്വേഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റ് B is equal to μ0 Ni/2 R. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ if all the three, like current I, radius, number of turns, all are doubled, then magnetic field at its center ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ B is equal to μ0 Ni/2 R ആണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. സോ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് n, കറൻറ്റ്, റേഡിയസ് എല്ലാം എന്താക്കിയിട്ടുണ്ട്? ഡബിൾ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ 2n, അതേപോലെ 2i, 2r. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ബി ഡാഷ് കൊടുത്ത് നോക്കാമല്ലോ. ബി ഡാഷ് ഈക്വൽ ടു μ0 2n 2i ഡിവൈഡഡ് ബൈ 2r എന്ന് നമുക്ക് കിട്ടും. സോ ഇതെന്തായിരിക്കും? 4, 2r ഇൻറ്റു 2r ആണ്. അപ്പോൾ 4r എന്നല്ലേ വരുന്നത്? സോ μ0 4 ഇൻറ്റു μ0 ni ഡിവൈഡഡ് ബൈ 4r എന്നല്ലേ വരുന്നത്? ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്താൽ μ0 ni/r എന്ന് വരും. സോ ബി ഡാഷ് ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ബി ഡാഷ് ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? μ0 ni ഡിവൈഡഡ് ബൈ r ഹോൾ ഡിവൈഡഡ് ബൈ μ0 ni/2r ആണ്. സോ അത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2r ഡിവൈഡഡ് ബൈ μ0 ni എന്ന് എഴുതിക്കൂടെ? സോ μ0 ni ക്യാൻസൽ ചെയ്യുന്നു. ആറും ക്യാൻസൽ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. സോ ഇവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അത് ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്താണ്? അത് ഡബിൾ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ, ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കാണാൻ B is equal to μ0 ni/2r എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following light pairs of light is the odd one out? Which of the following light pairs of light is the odd one out? So ഇവിടെ നമ്മൾ കോംപ്ലിമെന്ററി കളർ ഏതാണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. കോംപ്ലിമെന്ററി കളേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, കോംപ്ലിമെന്ററി കളർ BRG, then CYM. സോ ഇവിടെ നോക്കൂ, ബ്ലൂ റെഡ് ഏത് കളറാണ് ഫോം ചെയ്യുന്നത്?
മജന്ത കളറാണ് ഫോം ചെയ്യുന്നത്. ഗ്രീൻ ആൻഡ് ബ്ലൂ ആണെങ്കിൽ സയൻ ഫോം ചെയ്യുന്നു. ഗ്രീൻ ആൻഡ് റെഡ് ആണെങ്കിൽ യെല്ലോ കളറാണ് ഫോം ചെയ്യുന്നത്. സോ മജന്ത ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? മജന്ത ആൻഡ് ഗ്രീൻ. ഇത് കോംപ്ലിമെന്ററി കളറാണോ അല്ലയോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ഇവിടെ തന്നിട്ടുള്ളത് മജന്ത ആൻഡ് ഗ്രീൻ, സയൻ ആൻഡ് റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, സയൻ ആൻഡ് ബ്ലൂ. ഇതിലേതാണ് കോംപ്ലിമെന്ററി കളറായിട്ട് വരാതിരിക്കുന്നത് എന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. യെസ്, ഏതായിരിക്കും കോംപ്ലിമെന്ററി കളറായിട്ട് വരാതിരിക്കുന്നത്? സയൻ ആൻഡ് റെഡ് ആണ്, സയൻ ആൻഡ് ബ്ലൂ ആണ് എന്ത് വരുന്നത്, നമ്മുടെ കോംപ്ലിമെന്ററി കളറായിട്ട് വരാതിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, കോംപ്ലിമെന്ററി കളറായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. ബി ആർ ജി എം സി വൈ. സോ ബ്ലൂ റെഡ് ചേർന്നാൽ മജന്തയാണ്. ഇതിൻ്റെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത് ആരായിരിക്കും? മജന്ത പ്ലസ് ഗ്രീൻ ആണ് വരുന്നത്. മജന്ത പ്ലസ് ഗ്രീൻ. ദെൻ സയാൻ റെഡ്, ബ്ലൂ യെല്ലോ. സയൻ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലിമെന്ററി കളറായിട്ട് വരില്ല. സോ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് ഡി ആണ്, സയൻ ആൻഡ് ബ്ലൂ ആണ് വരുന്നത്. Then which of the following solution have the same concentration? Which of the following solution have the same concentration എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 gram of sodium hydroxide in 250 ml of solution, 0.5 mole of KCl in 250 ml of solution, 40 gram of sodium in 250 ml of solution, 5.61 gram of potassium hydroxide in 250 ml of solution. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ദെൻ വോളിയം ഇവിടെ സെയിം ആണ്. സോ കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ മൊളാലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതോടെ ഓർത്ത് വെക്കുക, മൊളാലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മൊളാരിറ്റി ആണെങ്കിൽ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ആണ് വരുന്നത്. ഗിവൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. സോ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊളാലിറ്റി കണ്ടുപിടിച്ചാൽ മതി. മൊളാലിറ്റി കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഹാവ് ദി സെയിം കോൺസെൻട്രേഷൻ, സെയിം നമ്പർ ഓഫ് മോൾസ് ഏതാണോ വരുന്നത് അതിലായിരിക്കും എന്ത് വരുന്നത്, സെയിം കോൺസെൻട്രേഷൻ വരുന്നത്. സോ 78th ആൻസർ വരുന്നത് 1 and 4 ആണ്. 1 and 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, then next question. Two sound wave A and B have the same amplitude and same wave pattern, but their frequencies are 60 Hz and 120 Hz respectively. Then A will be shriller and B will be grave. സോ ഇവിടെ നമുക്ക് 60 ഹേർട്സും 120 ഹേർട്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതാണ്? ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 ഹേർട്സ് അല്ലേ. സോ ഹയർ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നത്, ഗ്രേവ് ആണോ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഷ്രില്ലർ ആണോ ഫോം ചെയ്യുക? ഓഫ് കോഴ്സ് ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ ഷ്രില്ലർ ആയിരിക്കും, ലോവർ ഫ്രീക്വൻസി ആണെങ്കിൽ അതെന്തായിരിക്കും, ഗ്രേവ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ വിൽ ബി ഗ്രേവ് ആൻഡ് ബി വിൽ ബി ഷ്രില്ലർ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ശരിയാണോ നോക്കുക. സോ ആൻസർ എന്താണ് വരുന്നത്, ബി ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 9 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.